ഹായ് ഓൾ ഫ്രണ്ട്സ്, വെൽക്കം ടു MTM പൊളിറ്റിക്കൽ ടോക്ക്. ഇപ്പോൾ കേരളത്തിൽ ഇലക്ഷൻ ഇനി അധിക സമയം ബാക്കിയില്ല. ഇപ്പോൾ യാത്രകളുടെ കാലമാണല്ലോ. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും യാത്രകൾ നടത്തുകയാണ്. LDFന്റെയും UDFന്റെയും യാത്രകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. UDFന്റെ യാത്ര കാസർഗോഡ് നിന്ന് ആരംഭിച്ചതാണ്. LDFന്റെ യാത്ര അത് വ്യത്യസ്ത ക്യാപ്റ്റന്മാരാണ് അത് നയിക്കുന്നത്. അത് വടക്കൻ മേഖല, തെക്കൻ മേഖല, മധ്യമേഖല എന്നൊക്കെ പറഞ്ഞു. UDFന്റെ യാത്ര അങ്ങനെയല്ല. സാധാരണ പോലെ തന്നെ കാസർഗോഡ് നിന്ന് തുടങ്ങി തിരുവനന്തപുരത്ത് അവസാനിക്കുന്ന എല്ലാ പ്രാവശ്യം ഉണ്ടാകുന്ന പോലത്തെ ഒരു യാത്ര തന്നെയാണ്. അപ്പോൾ UDFന്റെ യാത്രയെ പറ്റിയാണ് നമ്മൾ ഇന്ന് പരാമർശിക്കുന്നത്. ശ്രീ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ കാസർഗോഡ് നിന്ന് തുടങ്ങി യാത്ര നയിച്ചത് മുതൽ അതിലെ ജനപങ്കാളിത്തം എടുത്തു പറയേണ്ടത് തന്നെയാണ്. മലബാർ ഏരിയ, ഉത്തര മലബാർ മൊത്തത്തിൽ പിന്നിടുമ്പോൾ യാത്ര വൻ വിജയമായി എന്ന് തന്നെയാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. അത്രയധികം ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമാണ് യാത്ര. പൊതുയുഗ യാത്ര അത്രയും പ്രതീക്ഷയിലാണ് ജനങ്ങൾ കാണുന്നത് എന്ന് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. ഈ വന്ന അത്രയും ആൾക്കാർ വോട്ട് ചെയ്തു കഴിഞ്ഞാൽ വടക്കൻ മേഖലയിൽ നിന്ന് തന്നെ വലിയൊരു സീറ്റ് വർധനയാവും ഉണ്ടാകാൻ പോകുന്നത്. അത്രയും വലിയ ജനപങ്കാളിത്തം യാത്രയിൽ ശ്രദ്ധേയമാണ്. അത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഇപ്പോൾ അടുത്തിടെയായി വന്നുകൊണ്ടിരിക്കുന്ന സർവേകളും രാഷ്ട്രീയ നിരീക്ഷണങ്ങളും ഒക്കെ UDFന് അനുകൂലമാണ്. അനുകൂലമായ ഒരു ട്രെൻഡ് തന്നെയാണ് നിലനിൽക്കുന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ ഇടയായി വന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സർവേകളിലൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ഒരു ട്രെൻഡ് യാത്രയിലും കാണുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ UDFന്റെ യാത്ര തീർച്ചയായും അവരെ സംബന്ധിച്ചിടത്തോളം അത് വൻ വിജയം തന്നെയാണ്. ജനപങ്കാളിത്തം കൊണ്ട്. ജനപങ്കാളിത്തമാണല്ലോ എല്ലാത്തിന്റെയും പ്രാധാന്യം. അത് ആ യാത്രക്ക് വേണ്ടുവോളം ഉണ്ട് എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ. ഇനി പല വിസ്മയങ്ങളും പാലക്കാട് എത്തുമ്പോഴും എറണാകുളം എത്തുമ്പോഴും ഒക്കെ ഉണ്ട് എന്നതൊക്കെ നേതാക്കന്മാരൊക്കെ പറയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ വരുന്നുണ്ട്. അതിനിടയ്ക്ക് സീറ്റ് വിഭജനത്തിന്റെ വാർത്തകളും അത് ചർച്ച ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ അതും വരുന്നുണ്ട്. സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് ജയിക്കണം, ജയിച്ചില്ലെങ്കിൽ ഉള്ള സ്ഥാനം കൂടി പോകും എന്ന കൂടി ഒരു നിർദ്ദേശം കൂടി പാർട്ടി സെക്രട്ടറിയുടെ അഖിലേന്ത്യാ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതും ഒരു വലിയ വാർത്താ പ്രാധാന്യമുള്ള വിഷയം തന്നെയാണ്. കാരണം ഒരു സീറ്റ് അടികൂടി മേടിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നല്ലപോലെ മേടിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പാർട്ടി കൊടുത്തു കഴിഞ്ഞാൽ, എന്താണെങ്കിലും ആ സീറ്റിൽ വിജയിക്കുക എന്നുള്ളത് ആ നിൽക്കുന്ന ആളുടെ കൂടി ഉത്തരവാദിത്തമാണ്. വെറും പാർട്ടിയെ ഭാരമേൽപ്പിച്ച് മാറി നിൽക്കാൻ സാധിക്കില്ല. അത് ജയിപ്പിക്കുക എന്നത് പാർട്ടി പ്രവർത്തകരുടെയും അതിൽ തന്ത്രങ്ങൾ മെനയാനും ജയിക്കാനും ശ്രമിക്കാനും ഒക്കെ സ്ഥാനാർത്ഥിയായവർ ശ്രമിക്കണം എന്നുകൂടി തന്നെയാണ് ആ പാർട്ടി സെക്രട്ടറി നൽകിയ ആ നിർദ്ദേശത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഏതായാലും കാസർഗോഡ് നിന്ന് പുറപ്പെട്ട യാത്ര ഇപ്പോൾ പാലക്കാട് ജില്ലയിൽ എത്തി നിൽക്കുമ്പോൾ വൻ വിജയം തന്നെയാണ് എന്നാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാരും പ്രവർത്തകരും വാർത്താ മാധ്യമങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. തീർച്ചയായും ഇപ്പോൾ പാലക്കാട് എത്തി നിൽക്കുന്ന യാത്ര വളരെ വിജയം തന്നെയാണ്. യാത്രയുടെ ഈ പ്രതീക്ഷ UDFനെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷ കൂട്ടുന്ന ഒന്ന് തന്നെയാണ് VD സതീശൻ നയിക്കുന്ന ഈ യാത്ര എന്ന് തന്നെയാണ്. ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായ ഒരു യാത്രയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഇത്രയും വാർത്താ പ്രാധാന്യം കിട്ടുന്നതും എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ. കാസർഗോഡ് നിന്ന് തുടങ്ങിയത് മുതൽ ഇപ്പോൾ പാലക്കാട് എത്തി നിൽക്കുന്നത് വരെ വൻ ജനപങ്കാളിത്തം തന്നെയാണ് പൊതുയുഗ യാത്രക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വലിയൊരു കാര്യം തന്നെയാണ് എന്ന് തന്നെയാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ. ഈയിടെ വന്ന സർവേകളിലൊക്കെ UDFന് അനുകൂല ട്രെൻഡ് പഞ്ചായത്ത് ഇലക്ഷൻ മുതൽ ഇങ്ങോട്ട്, പഞ്ചായത്ത് ഇലക്ഷനിൽ വളരെ അനുകൂല ട്രെൻഡാണല്ലോ. അപ്പോൾ ആ അനുകൂല ട്രെൻഡ് നിലനിൽക്കുന്നു. ഇപ്പോൾ യാത്രയും അത് തന്നെയാണ് തെളിയിച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. മറ്റുള്ള വിഷയങ്ങളൊക്കെ ഏകദേശം UDFന് അനുകൂലമായ രാഷ്ട്രീയ പശ്ചാത്തലം കൂടുതൽ വന്നുകൊണ്ടിരിക്കുകയുമാണ്.
അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ യാത്രയിൽ ജനപങ്കാളിത്തം കൂടിക്കൂടി വരുന്നത് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. യാത്ര വൻ വിജയമാണ് എന്ന് തന്നെയാണ് UDF-ന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ നേതാക്കന്മാർ അഭിപ്രായപ്പെടുന്നത്. അത് വാർത്താമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് നമുക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നത് വൻ വിജയം തന്നെയാണ്. അത്രയും ജനപങ്കാളിത്തം കൊണ്ട് അത് ശ്രദ്ധേയമാണ് എന്നത് തന്നെയാണ്. ജാഥക്കാട്ടിന് ഇറങ്ങി നടന്നു വരാൻ കഴിയാത്ത വിധത്തിലുള്ള അത്രയും ജനങ്ങൾ തിങ്ങി നിറഞ്ഞ സദസ്സുകളാണ് കാണാൻ കഴിയുന്നത് എന്ന് തന്നെയാണ് ഈ വാർത്താ മാധ്യമങ്ങളൊക്കെ ഈ യാത്രയെ പറ്റി റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു UDF അനുകൂല ട്രെൻഡ് ആണ് ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുന്നത് എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും. പൊതുജന യാത്ര വൻ വിജയമാണ് എന്ന് തന്നെയാണ് UDF കോൺഗ്രസ് നേതാക്കൾ അങ്ങനെ തന്നെയാണ് അത് റിപ്പോർട്ട് ചെയ്യുക എങ്കിലും വാർത്താ മാധ്യമങ്ങൾ കൂടി അതിന്റെ ഊർജം ജനപങ്കാളിത്തം റിപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മളും ഇവിടെ സൂചിപ്പിച്ചത്. അപ്പൊ അത് കാസർഗോഡ് നിന്ന് പുറപ്പെട്ട് ഇപ്പോൾ പാലക്കാട് എത്തി നിൽക്കുന്ന യാത്ര തീർച്ചയായും വൻ വിജയം തന്നെയാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും ഒക്കെ പറയുന്നത്, ജനപങ്കാളിത്തം കൊണ്ട്. അപ്പോൾ പഞ്ചായത്ത് ഇലക്ഷനിലും അനുകൂല ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു. മറ്റുള്ള രാഷ്ട്രീയ വിഷയങ്ങളിലും ഒക്കെ UDF അനുകൂല ട്രെൻഡാണ് നിലനിൽക്കുന്നത്. യാത്രയിലെ ജനപങ്കാളിത്തം കൊണ്ടും അനുകൂല ട്രെൻഡാണ് നിലനിൽക്കുന്നത് എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും. ഏതായാലും ഈ വീഡിയോ മുഴുവനായും വീക്ഷിച്ച താങ്കൾക്ക് നന്ദി. താങ്കൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും ലൈക്ക് ചെയ്യാനും ഉറപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. വിഷയം ഇഷ്ടമായി കഴിഞ്ഞാൽ ഉപകാരപ്രദമാണ് എന്ന് തോന്നി കഴിഞ്ഞാൽ തങ്ങളുടെ സുഹൃത്തുക്കളെ കൂടി ഷെയർ ചെയ്യുവാനും അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.